നമസ്കാരം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് വാർത്തയിലേക്ക് വരാം. അതായത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇതിനൊന്ന് ആലോചിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെയിൽ നിന്നൊരു ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ച് അതിലൊരു വീട് വയ്ക്കാൻ തീരുമാനിക്കുകയാണ്. നിങ്ങൾക്കൊരു വീട് വയ്ക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. വീട് വയ്ക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടി നിങ്ങൾ വീട് വയ്ക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു വീടിന് വേണ്ടി ഒരു കല്ലിട്ടിട്ടുണ്ട്. വെറും ഒരു പാറക്കല്ലെടുത്ത് ആ കുഴിയിലിട്ടിട്ടുണ്ട്. അതിന് ഒരു കരാറുകാരനെയും ആ ബന്ധു ഏൽപ്പിച്ചിരുന്നു. അവർക്ക് ആ വീട് വയ്ക്കാൻ പറ്റിയില്ല. നിങ്ങൾ ആ വീട് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി മേടിച്ചതിന് ശേഷം വെറും ഒരു കല്ല് മാത്രം ഭൂമിയിലിട്ട്, സാധാരണ നമ്മളൊരു വീട് വെക്കുന്നതിന് മുന്നേ തറക്കല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയുടെ അടിയിൽ ഒരു കല്ലിടുമല്ലോ, ആ ഒരു കല്ല് മാത്രമാണ് ഇട്ടിരുന്നത്. അതിനൊരു കരാറുകാരനെ നിശ്ചയിച്ചിരുന്നു. ആ നിശ്ചയിച്ച കരാറുകാരനുമായിട്ട് എഗ്രിമെന്റ്, നിങ്ങൾക്ക് ഇത്ര വർഷത്തിനകത്ത് തീർത്തു തരാം, ഇത്ര രൂപയാണെന്ന് പറയുന്നു. പക്ഷെ കല്ല് മാത്രമേ ഇട്ടുള്ളൂ, പണം ഒന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നീട് നിങ്ങൾ ആ കരാർ കണ്ടിന്യൂ ചെയ്യണം. അതായത് ആ ആൾക്ക് വേണ്ട പൈസ കൊടുക്കുന്നുണ്ട്. ആ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. കരാറുകാരന് നിങ്ങൾ പണം കണ്ടെത്തി വീടിന്റെ എല്ലാം പൂർത്തീകരിച്ച് വീട് നിർമ്മാണ പ്രവർത്തനം കഴിയുമ്പോൾ ആ നേരത്തെ ഒരു തറക്കല്ലിട്ടിട്ട് പോയ വ്യക്തി വന്നിട്ട് പറയുകയാണ്, ഞാനാണ് ഈ വീടിന്റെ ആൾ. കാര്യം ഞാനാണ് ഈ കരാറുകാരനെ കൊണ്ടുവന്ന് അതിന്റെ ഒപ്പിടിയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ വീടെന്ന് പറഞ്ഞാലേ അതിന്റെ എല്ലാ അധികാരവും, അല്ലെങ്കിൽ ഇത് ഇന്ന് ഇങ്ങനെ ആകാനുള്ള കാരണം ഞാനെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? നിങ്ങൾ പണം കണ്ടെത്തി, നിങ്ങൾ അധ്വാനിച്ചു, അതിന് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കരാറുകാരന് നിങ്ങൾ ചെയ്തു കൊടുത്തു. കാര്യം കരാറുകാരനെ ഇവർ കണ്ടെത്തിക്കൊണ്ട് വന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നടന്നു. ആരായിരിക്കും സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്? നിങ്ങൾ എന്ന വ്യക്തി ആയിരിക്കില്ലേ? നിങ്ങൾ പണം കണ്ടെത്തി, നിങ്ങൾ ആ വീടാകാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഒരു കല്ലുകൊണ്ട് വീടാകില്ലല്ലോ. ബാക്കിയുള്ള എല്ലാ ഓരോ കാലഘട്ടത്തിൽ അതിന്റെ നിങ്ങൾ വാങ്ങിയ സാധനങ്ങളുടെ വില, കല്ലിട്ടിട്ട് പോകുന്നവർക്ക് അത് അറിയേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലും പ്രതിസന്ധികൾ വന്ന് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയത് ഒരു വീടായി മാറുമ്പോൾ അതിന്റെ പുറകിൽ ഓടിയത് മുഴുവൻ നിങ്ങളാണ്. അന്ന് ബാക്കി ഈ കരാറുകാരെ കൊണ്ടുവന്ന ആള് ചിത്രത്തിലേ ഇല്ലെങ്കിൽ അവരതിൽ അവകാശം പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞാൻ ആ കരാറുകാരനെ കൊണ്ടുവന്നു എന്നവർ പറയുന്ന ഈ പ്രശ്നമില്ല. പക്ഷേ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ആർക്കാണ്? എനിക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കൂ? ഇത്രയേ ഉള്ളൂ വിഴിഞ്ഞം പദ്ധതി. വിഴിഞ്ഞം പദ്ധതി 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ആ പദ്ധതി അദാനിയെ കൊണ്ടുവന്ന് കരാർ കൊടുക്കുകയാണ്. കരാർ കൊടുക്കുന്നത് എങ്ങനെയാണ്? 5 പൈസ ചെലവില്ല. നേരത്തെ പറഞ്ഞ കണക്ക് ഒരു കല്ലിടുകയാണ്. കാര്യം കല്ലിട്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞല്ലോ. കല്ലിട്ടിട്ട് പോവുകയാണ്. ആ കരാർ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സംസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു BOT അടിസ്ഥാനത്തിൽ ബിൽറ്റ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും. അതായത് നിർമ്മിച്ച് അതിനെ ഓപ്പറേറ്റ് ചെയ്യും. അവർ തന്നെ അതിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഏറ്റവും ഒടുവിൽ സർക്കാരിന് ആർക്കാണോ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കി. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഈ BOT കരാറിൽ നടക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം തുകയും ആരായിരിക്കും? ആ കരാർ എടുക്കുന്ന കരാറുകാരനാണ് ചെലവാക്കേണ്ടത്. കാര്യം അയാളുടെ കയ്യിൽ നിന്ന് പണം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയുള്ള പൈസ അയാൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നടത്തി അതിന്റെ ലാഭത്തിൽ നിന്ന് ആ പണം തിരിച്ചെടുക്കുകയാണ് പതിവ്. പക്ഷേ വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കേവലം 6 മാസം ഉള്ളപ്പോഴാണ് അതുകൊണ്ട് എന്തെങ്കിലും നടക്കൂ? ആ ഒരു കരാർ ഉണ്ടാക്കി വെച്ചത് 5565 കോടി രൂപ സ്റ്റേറ്റ് കണ്ടെത്തണം. 1 രൂപ പോലും അങ്ങോട്ടേക്ക് കൊടുത്തിട്ടില്ല. ആ കരാർ എടുത്ത വ്യക്തിക്ക് 2250 260 കോടി രൂപയാണ്. അത് എക്സാക്ട് അല്ല, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻ വരും. തുക മാത്രം ചെലവഴിച്ചാൽ മതി. ബാക്കി പണം, അതായത് നമ്മുടെ നാട്ടിൽ ഒരു ബിൽറ്റ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ആണ്. ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന അടുത്ത 40 വർഷത്തേക്ക് ഈ കരാറുകാരന് അനുമതി കൊടുത്തിരിക്കുകയാണ്. അതാണ് വിശാലമായിട്ടുള്ള കാര്യം. ഈ 40 വർഷത്തേക്ക് നമുക്ക് വലിയ മെച്ചമൊന്നുമില്ല. 40 വർഷം വരെ 1% മാത്രം ലാഭവിഹിതത്തിൽ നിന്ന് നമ്മൾ തരും. കാര്യം പൈസ 5500 കോടി രൂപ നമ്മളാണ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിർമ്മിച്ചു എന്നുള്ളൊരു കാര്യത്തിൽ കുറച്ചു തുക മാത്രം അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ ഓപ്പറേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് ചെലവായ പൈസയും അതിന്റെ ഇരട്ടി പൈസയും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കരാർ. ആ കരാർ വേണ്ടെന്ന് അടുത്ത് വരുന്ന ആൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാര്യം ഒരേ ഒരു വ്യക്തി വന്നു ബിഡ് കൊടുത്ത് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതാണ്. ആ തീരുമാനമെടുത്തതിന് ശേഷം കടം മേടിച്ചായിരുന്നാലും പരിപൂർണമായിട്ട് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി മുഴുവൻ പണവും ആര് കണ്ടെത്തി? 8 വർഷം അധികാരത്തിലിരുന്ന പിണറായി വിജയൻ സർക്കാർ കണ്ടെത്തി. ഒരു കല്ലിൽ നിന്ന് വിഴിഞ്ഞം പോർട്ടായി. വെറും ഒരു കല്ലിട്ട് ഒരു കരാറുകാരനെ കൊണ്ടുവന്നാൽ അത് പദ്ധതിയാകും? അല്ലെങ്കിൽ അതൊരു പ്രോജക്റ്റ് ആയിട്ട് മാറുമോ? നേരത്തെ തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞ കണക്ക് ഒരു കല്ലിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് വീടായി കാണുമ്പോൾ ഇതിന്റെ ആള് ഞാനാണെന്ന് പറഞ്ഞാൽ, ഞാൻ അതിലൊരു ചെറിയൊരു കാര്യം ചെയ്തിരുന്നു എന്ന് അവകാശപ്പെടുന്നത് അന്തസ്. പക്ഷേ പല കാര്യങ്ങളും ഈ ക്രെഡിറ്റിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. അന്നത്തെ കാലഘട്ടത്തിൽ
ഈ കരാർ കൊടുക്കുന്ന സന്ദർഭത്തിൽ ഇടതുപക്ഷം വലിയ തോതിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. കാര്യം എന്തുകൊണ്ട് ആക്ഷേപം ഉന്നയിച്ചിരുന്നു? അതൊരു അഴിമതിയാണെന്ന് പറയാൻ കാരണം ബിൽ ടു ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന BOT അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന പദ്ധതി ഒരിക്കലും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ, കരാറുകാരന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. പോരാത്തതിന് ആ ഒരു പദ്ധതി ഒരിക്കലും നടപ്പാകില്ലെന്നാണ് ആര് കരുതിയിരുന്നത്? ഉമ്മൻചാണ്ടി കരുതിയത്. കാര്യം ഇത്രയും വലിയൊരു തുക സ്റ്റേറ്റ് ഗവൺമെന്റ് കണ്ടെത്തണം, 5600 കോടി രൂപ. അത്രയും കോടി രൂപ കണ്ടെത്തേണ്ടത് ഉള്ളത് കൊണ്ട് തന്നെ ഈ പദ്ധതിയുമായിട്ട് ആര് മുന്നോട്ട് പോകില്ല? അടുത്ത സർക്കാർ പോകില്ല. കാര്യം ഇത്രയും പൈസയിൽ 1 രൂപ പോലും സ്വന്തമായിട്ട് കൊടുക്കാതെ ഇറങ്ങി പോവുകയാണ്. ബാക്കി പണം മുഴുവൻ കണ്ടെത്തേണ്ടത് അടുത്ത് വരുന്ന സർക്കാരായിരുന്നു. അതുകൊണ്ട് അത് അവർ ചെയ്യില്ല എന്നുള്ള ഒരു ധാരണയായിരുന്നു. ഈ ഒരു പദ്ധതി ഈ നാട്ടിൽ നടപ്പാക്കണമെന്ന് ആദ്യം ചിന്തിച്ചത് ആരാണ്? നയനാരാണ്. നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചർച്ചകൾ നടക്കുന്നത്. അതിനുശേഷം ആന്റണി സർക്കാർ, ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നു, ഇത് ചെയ്തില്ല. അപ്പോഴെല്ലാം UPA സർക്കാർ ആരാണ്? അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ആരായിരുന്നു? UPA സർക്കാർ ആയിരുന്നു. ഈ UPA സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആദ്യത്തെ തവണ ആന്റണി മുഖ്യമന്ത്രി, അതിനുശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നു, ഉമ്മൻചാണ്ടി 1 വർഷത്തേക്ക് മുഖ്യമന്ത്രിയാകുന്ന അവസ്ഥ. അതിനുശേഷം VS അച്യുതാനന്ദൻ മന്ത്രിസഭ വരികയാണ്. VS അച്യുതാനന്ദൻ മന്ത്രിസഭ വരുന്ന കാലഘട്ടത്തിൽ ഈ വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കമ്പനിയുമായി കരാർ ഒപ്പിടാൻ പോകുന്ന സന്ദർഭത്തിൽ UPA സർക്കാരായിട്ടിരിക്കുന്ന ആന്റണി ഉൾപ്പെടെയുള്ള അന്നത്തെ ഇവിടത്തെ മുഖ്യമന്ത്രിയായിട്ട് വിഴിഞ്ഞം പദ്ധതിക്ക് മുകളിൽ അടയിരുന്ന നിരുപദ്രവ പരബ്രഹ്മമായിട്ടുള്ള വ്യക്തി, അതായത് പശു പുല്ല് തിന്നേയില്ല പക്ഷെ പട്ടിയെ തീറ്റിക്കയില്ല എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ BJPയിലെത്തിയ കാര്യങ്ങളെ കുറിച്ചുള്ള ചില കിംവദന്തികളൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം ഈ പശു പുല്ല് നല്ല കാര്യമായിട്ടൊക്കെ തിന്നുകൊണ്ടിരുന്നു, ആ തിന്നതിന്റെ ഗുണം ഇപ്പോ മകൻ അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്ന അവസ്ഥ ഉണ്ടാകുകയാണ്. അദ്ദേഹം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ ഒരു കമ്പനിയുമായി പ്രോജക്റ്റ് സൈൻ ചെയ്യാൻ സമയത്ത് ചൈനീസ് ബന്ധമുണ്ടെന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് അന്ന് ആ പ്രോജക്റ്റിനെ തട്ടിത്തെറിപ്പിച്ചു. അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നത്. ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്ന് ആ 4 വർഷവും ആ പദ്ധതിയുടെ പേരിൽ ഒരു ചെറുവിരൽ അനക്കിയില്ല. അതിനുശേഷം എന്ത് ചെയ്തു? ആ ഇറങ്ങിപ്പോകുന്നതിന് 6 മാസം മുന്നോടിയായിട്ട് ഒരു കരാർ സൈൻ ചെയ്തു. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തില്ല. കാര്യം ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തി വിഴിഞ്ഞം പ്രോജക്റ്റ് കൊണ്ടുവരാൻ പോകുന്നു. പക്ഷെ ഇത്രയും വലിയ കോടി, അതായത് 5500 കോടി രൂപ അടുത്ത സർക്കാർ ഒരുപക്ഷെ ഞങ്ങൾ വന്നില്ലെങ്കിൽ അവന്റെ പെടലിക്കിരിക്കട്ടെ, അത്രയും വലിയ തുക ആയതുകൊണ്ട് ചെയ്യില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. പിന്നീട് തുടർച്ചയായിട്ട് 8 വർഷം പിണറായി വന്നു. ഇപ്പോ പദ്ധതി യാഥാർത്ഥ്യമാകുകയാണ്. ആരായിരിക്കും അപ്പോൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ടത്, അതിനു വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്തിയത്, ഇത്രയും വലിയ കോടിക്കണക്കിന് തുക കണ്ടെത്തിയത്? അതിന്റെ പേരിൽ വിമോചന സമരം, 2ാം വിമോചന സമരം കുറെ ലോഹയിട്ട കോൺഗ്രസ് അച്ഛന്മാരെ രംഗത്തിറക്കി പോലും നടത്തി ഇതിനെ മുടക്കാൻ ശ്രമിച്ചു. പദ്ധതി ഏകദേശം 1 വർഷം മാത്രം അവശേഷിക്കുകയാണ്. വിഴിഞ്ഞത്ത് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ കയറി അടിച്ചുകൊണ്ട് നടന്ന സമരം കണ്ടല്ലോ. എന്നിട്ട് 2ാം വിമോചന സമരം എന്നാണ് KPCC പ്രസിഡന്റ്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്തിനായിരുന്നു ആ സമരം? ഈ ലോഹയിട്ട കോൺഗ്രസ് അച്ഛന്മാരെ എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അന്ന് ഈ കരാർ ഒപ്പിടുന്നത്. ആ കരാർ ഒപ്പിടുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. ആ കരാർ ഒപ്പിട്ട് പണി പൂർത്തീകരിക്കാനാകുമ്പോഴാണ് നാടകമായിട്ട് ഇറങ്ങിയത് യൂജിൻ പെരേരമാർ. എന്നിട്ട് എന്തായി? അവിടെയും നിന്നില്ല. ആ ഒരു പ്രതിസന്ധികളെ പോലും മറികടന്നുകൊണ്ട് ഇന്ന് പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുമ്പോൾ ഞാനാണ്, ഞങ്ങളാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അന്തസ്സുണ്ടോ? അതായത് ഈ എന്തെങ്കിലും കല്ലിട്ടിട്ട് നമ്മുടെ റോഡുകളിൽ എവിടെ പോയി കഴിഞ്ഞാലും പണ്ട് കാലഘട്ടം തൊട്ടുള്ള ഒരു ആചാരമാണ്. ഉമ്മൻചാണ്ടി ചെയ്ത എത്ര, അതായത് കല്ലിട്ടിട്ട് ഈ പ്രോജക്റ്റ് ഞങ്ങളാണ് കൊണ്ടുവരാൻ പോയതെന്ന് പറയും. കാര്യം പൈസ വേണ്ടല്ലോ. കാര്യം ഒരു പദ്ധതി യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ കല്ലിട്ടിട്ട് അങ്ങ് പോവുകയാണ്. ഇതിന് പണം കണ്ടെത്തി ആ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന ഉത്തരവാദിത്തം വരുന്നവരുടെ പെടലിയിൽ വെച്ച് കൊടുത്ത് അതിനെ എന്ത് പ്രതിസന്ധികൾ സഹിച്ചും തരണം ചെയ്തും ഈ രീതിയിൽ നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾ ഒരു ഒപ്പിട്ടിട്ട് പോയി എന്ന് പറയുന്ന മര്യാദ എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നത്തെ കാലഘട്ടത്തിൽ UPA സർക്കാർ, കോൺഗ്രസ് സർക്കാരാണ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ, ആ അധികാരത്തിൽ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ഇവർക്ക് എന്താണ് ഇതിൽ അനുമതി കിട്ടാൻ ഇത്ര പാടായിരുന്ന കാര്യം? അതൊക്കെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ചില ഈ ഗ്രൂപ്പിസത്തിന്റെ പ്രശ്നം ഉണ്ടല്ലോ, അവൻ കൊണ്ടുവന്ന ഈ നാടിന് ഗുണം ചെയ്യില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളുടെ പേരിൽ പലതും നടന്നിട്ടില്ലെന്നേ. ഈ പറയുന്ന മനോരമ എഴുതുന്ന കഥകൾക്കപ്പുറം ആ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എത്ര രൂപ സഹായിച്ചു എന്നറിയോ? വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്നുള്ള നിലയ്ക്ക് ഒരു 800 കോടി രൂപ, കേവലം 5500 കോടി രൂപ ഈ സ്റ്റേറ്റ് കണ്ടെത്തിയ പ്രോജക്റ്റിൽ ഇപ്പോ കേന്ദ്രത്തിന് കൂടി വരുമാനം ഉണ്ടാകുകയാണ്. ആ ഒരു പദ്ധതിയിൽ 800 കോടി രൂപ, അതായത് അദാനി 2500-ഉം ഈ പറയുന്ന സംസ്ഥാന സർക്കാർ 5600 കോടി രൂപ ചെലവാക്കുമ്പോൾ 800 കോടി രൂപ എന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ലേ, ഈ പുട്ടിനിടയിൽ പീര ഇട്ടെന്ന് പറഞ്ഞ കണക്ക് അതിന്റെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി നമ്മുടെ വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതിയാണെന്നൊക്കെ പറയുന്നത്. അത്രേ ഉള്ളൂ അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇച്ഛാശക്തിയാണ് പൂർത്തീകരിക്കാൻ പോകുന്നത്. സെന്റ് ഫെർണാണ്ടോ എന്ന കപ്പൽ തുറമുഖത്തേക്ക് അടുക്കുമ്പോൾ അല്ലെങ്കിൽ മദർഷിപ്പ് വരുമ്പോൾ
അത് നങ്കൂരമിടുന്നത് ഈ നാടിന്റെ വികസന സ്വപ്നങ്ങളാണ്. ആ വികസന സ്വപ്നങ്ങൾക്ക് എല്ലാ കാലവും അതിന്റെ പിന്നാലെ നടന്ന വ്യക്തികൾ ആരെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷമാണ്. പ്രതിഷേധിച്ചിട്ടുണ്ടോ? ഉണ്ട്. കരാർ അവർക്ക് തീരെഴുതി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അദാനി 40 വർഷം അതിനെ വെച്ച് അനുഭവിക്കാൻ പോകുമ്പോൾ അങ്ങനെയുള്ള ഒരു കരാർ കൊടുക്കുന്നതിനെതിരെ ഇവിടെ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. ആ പ്രതിഷേധത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇവർ പറയുകയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് എതിരായിരുന്നു. കാര്യം ആ ഒരു പദ്ധതി അല്ലെങ്കിൽ ആ കരാറിനെ ഇടതുപക്ഷത്തിന് അംഗീകരിക്കേണ്ടി വന്നത് അത് പദ്ധതി തുടങ്ങുന്ന സാഹചര്യത്തിൽ പിന്നീട് അത് അംഗീകരിക്കാത്ത സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിരുന്നെങ്കിൽ അത് ഇപ്പോഴും നടക്കാത്ത സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതിനുശേഷം ഈ നാട്ടിൽ ഓക്കി വന്നു, കൊറോണ വന്നു, പല പ്രതിസന്ധികൾ കടന്നുപോയെങ്കിലും അതിനോടൊപ്പം ഈ നാടിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെങ്കിലും അതൊന്നും ഈ പദ്ധതിയെ ബാധിക്കാതെ യാഥാർത്ഥ്യമാക്കിയതിൽ ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയുണ്ട്. പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ ദീർഘവീക്ഷണമുണ്ട്. അതുകൊണ്ടാണ് സാൻ ഫ്രാൻസിസ്കോ എന്നൊരു മദർഷിപ്പ് ഈ നാട്ടിൽ നങ്കൂരമിടുന്നതും വരും കാലങ്ങളിൽ ഈ രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വിഴിഞ്ഞം അത് കടിഞ്ഞാൺ വഹിക്കാൻ പോകുന്നതും. അതിൽ ഈ ഒരു കരാറിലെങ്കിലും ഒപ്പിടാൻ സാധിച്ചതിലും ഒരു തറക്കല്ലിട്ടതിന്റെ പേരിൽ കേവലം ഒരു കല്ല് കടലിലടി കൊണ്ടുവന്ന് ഇട്ടത് ഞങ്ങളാണെന്നതിന്റെ പേരിൽ ഞങ്ങളാണ് ഇതിന്റെ അപ്പോസ്തലന്മാരാണെന്ന് പറയുന്നതിൽ കുറച്ച് ഉളുപ്പ് വേണമെന്ന് മാത്രമേ പറയാനുള്ളൂ.